ഇപ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യമാണ് ഈ വെയ്റ്റ് ലോസ് മെഡിസിൻസ്. WHO ഇങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ ഈ വെയ്റ്റ് ലോസ് മെഡിസിൻസ് ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉപയോഗിച്ച് വെയ്റ്റ് ലോസിന് അതിന് വേണ്ടിയിട്ട് ടെസ്റ്റിമണിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒസംബിക്കും അങ്ങനെ മൊഞ്ചാരോ പോലെയുള്ള മെഡിസിൻസ്. എന്നാൽ അതിൻ്റെ സൈഡിൽ വേറെ സ്റ്റഡീസിനകത്ത് ഒരുപാട് പേര് സ്പ്ലീനിനും ഒക്കെ ഇഷ്യൂ ആയിട്ട് മരിക്കണതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഡോക്ടറിൻ്റെ അഭിപ്രായം? ഒന്ന്, ശരിക്കൊന്നൊരു ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഈ ഒരു ഡിസ്കവറിയിലൂടെ വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണ തോതിലോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ മോഹൻജാരോ ആയാലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതെല്ലാം ട്രേഡ് നെയിംസാണ് കേട്ടോ. അപ്പോൾ നോ പ്രോബ്ലം. അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഘടന എന്താണെന്ന് മനസ്സിലാക്കി, ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യതിയാനത്തിനനുസരിച്ചിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റില്ല. അതിനകത്ത് ഒട്ടനവധി പഠനങ്ങൾ ഈ ഒരു മോഹൻജാരോ പറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ വെയ്റ്റ് റിഡക്ഷൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചില ഇല്ലിഫക്ട്സും സൈഡ് എഫക്ട്സും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ആത്മഹത്യാ പ്രവണത, സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളൊക്കെ അതൊക്കെ ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് തന്നെ വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കാതെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെയോ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്.